ഗൈസ്, അപ്പം നമ്മൾ രാത്രി വേറൊന്നുമില്ല, നൈറ്റ് ഷോന് പോവാണ്. അങ്ങനെ വേഗം റെഡിയായി വടകരയുള്ള കീർത്തിമുദ്ര തിയേറ്ററിലോട്ടേക്ക് വിട്ട് 8:30 ഷോ. അങ്ങനെ നേരെ വന്ന് ചെന്നപ്പോൾ ഇതാ ഷോ നടക്കുന്നത് പാട്രിയോട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എത്രയോ വർഷമായിട്ടോ അച്ഛനും അമ്മയും ഫിലിമിനൊക്കെ പോയിട്ട് അങ്ങനെ അമ്മയ്ക്കൊരാഗ്രഹം നമുക്കൊരു ഫിലിമിന് പോവാണ്. അങ്ങനെ നമ്മൾ നൈറ്റ് ഷോ ആണ് ബുക്ക് ചെയ്തത്. കാരണം ഈവനിങ് ഓഫീസ് വിട്ട് വന്നിട്ട് വേണമല്ലോ പോവാൻ. അങ്ങനെ 8:30 നമ്മുടെ ഷോ. ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ബുക്ക് ചെയ്ത് നമ്മളിതാ ഉള്ളിലേക്ക് കയറി. ആൾ വളരെ കുറവാണ് കേട്ടോ, രാത്രി ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഉള്ളിൽ കയറി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ തിയേറ്ററിലേക്ക് കയറി. ആളില്ലാത്തത് കൊണ്ട് തന്നെ ഓസിക്ക് റെയ്യൂന് സീറ്റൊക്കെ കിട്ടി കേട്ടോ. ഇൻ്റർവെല്ലൊന്നും ആയില്ല, അതിനു മുമ്പേ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്തു. റിയു വരുന്നത് ഇതിനാണ്, ഫിലിം കാണാനൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കുറേ സാധനം തിന്നാലോ എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് അവൻ വരുന്നത്. വല്ലതും കഴിച്ചുകൊണ്ട് ഫിലിം കാണുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഇൻ്റർവെല്ലായി നമ്മളിതാ തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫിലിം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മമ്മൂട്ടീൻ്റെ ഒരു തിരിച്ചു വരവ് തന്നെയാണെന്ന് എനിക്കിത് കണ്ടപ്പോൾ തോന്നി. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കും നല്ല ത്രില്ലിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഫഹദിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല കേട്ടോ. റെയ്യുനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും കാര്യവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ അവൻ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നു. കൂട്ടത്തിൽ ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഐസ്ക്രീം. അങ്ങനെ അതും കഴിച്ച് ഞാനും അതാ ഫിലിമൊക്കെ കണ്ട് തീർത്തു. പിന്നെ പെട്ടെന്ന് ഇറങ്ങി, മഴ ചതിക്കുമെന്ന് തോന്നിയപ്പോൾ പറത്തി വിട്ടു കേട്ടോ വീട്ടിലോട്ട്.